അലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നല്ലൊരു പ്രഭാതം കുറച്ച് നേരം ഞാൻ മുമ്പാത്ത് കുത്തിയിരുന്ന് കണ്ടു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ അടുക്കളയ്ക്ക് വന്ന് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. ദോശയോടൊപ്പം എന്തുണ്ടാക്കാം? എൻ്റെ ആച്ചുമോന് ചമ്മന്തി തീരെ ഇഷ്ടമില്ല കേട്ടോ. തക്കാളി ചമ്മന്തി എന്നും ചമ്മന്തിയാവും ഉണ്ടാക്കാം. ഇന്ന് മാറ്റി പിടിച്ചൂടെയും ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചട്നി ഉണ്ടാക്കിയാലോ എന്നിട്ടോ. അങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കി ദോശയൊക്കെ ഇതാ റെഡിയായി. ഉച്ചക്കത്തെ ലഞ്ചിന് സ്പെഷ്യലായിട്ട് ചിക്കൻ കറി വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പോൾ പറഞ്ഞു ഇന്ന് കടയൊക്കെ മുടക്കല്ലമ്മ, ഇന്ന് സ്കൂളില്ല, മൊത്തത്തിൽ വണ്ടികൾ ഓടുന്നില്ല, കടകളൊക്കെ പൂട്ടി അടച്ചു. അപ്പോൾ എന്ത് കാട്ടുമ്മ? അപ്പോൾ ഞാൻ പറഞ്ഞു ഉരുളൻകിഴങ്ങ് കൊണ്ട് അടിപൊളി കറി തയ്യാറാക്കി തരാം മോനെ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോന്. അപ്പോൾ അതുകൊണ്ട് അടിപൊളി അച്ചാർ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, മാങ്ങ അച്ചാർ. കൊതിയാവുന്നില്ലേ നിങ്ങൾക്ക്? എനിക്കും കൊതി വരുന്നു കേട്ടോ. അപ്പോൾ അടുത്തതായി ഒരു പാത്രത്തിലോട് എടുത്ത് കുറച്ച് നേരം ഞങ്ങളിതാ അച്ചാറെന്നോണം ഞങ്ങനെ ഇരുന്നു. അതിന് ശേഷം ഇത് അടുക്കളയ്ക്ക് ഇതാ പോയി പൊട്ടറ്റോ കറി ഉണ്ടാക്കണ്ടേ, ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ. അച്ചാറ് നുണഞ്ഞിരിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. വേഗം തന്നെ കിച്ചണിലെ പണികളൊക്കെ അങ്ങോട്ട് തീർത്ത്, പിന്നെ തിരുമ്പലും തുടക്കലും വേഗം തന്നെ അങ്ങോട്ട് തീർത്തും കഴിഞ്ഞിട്ട് പിള്ളേരെ കൂടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിരിക്കണം. അതാട്ടോ ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. അപ്പോൾ വേഗം തന്നെ നമുക്ക് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ എന്തുണ്ടാക്കാം? പൊട്ടറ്റോ കറി റെഡിയാക്കി എടുക്കാം. പിന്നെ ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഹെൽത്തിയായ വിഭവങ്ങളാണ് പിള്ളേർക്കിന്ന് സ്പെഷ്യലായിട്ട് കേട്ടോ. ചിക്കൻ കറിയെ വെല്ലുന്ന അടിപൊളി ടേസ്റ്റിൽ തനി നാടൻ സ്റ്റൈൽ നമ്മുടെ പൊട്ടറ്റോ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ ചാനലൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീയൂസ്ഡ് കണ്ടൻ്റ് ആവി, അതിൻ്റെ പേരിൽ ഞാൻ ഫുള്ളായിട്ട് എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇന്ന് ഒരുക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോ കറി ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് കയറി കണ്ടേക്കണേ. അങ്ങനത്തെ നമ്മുടെ സ്പെഷ്യലായ നമ്മുടെ പൊട്ടറ്റോ കറി ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ വെല്ലുന്ന അടിപൊളി ടേസ്റ്റിൽ ഇതാ നമ്മുടെ പൊട്ടറ്റോ കറി ഇതാ സെറ്റായി. ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഫുഡ് കഴിക്കും മുന്നിന്ന് വീഡിയോ എടുത്തതാട്ടോ. തൈര് ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പൊട്ടറ്റോ കറി കേട്ടോ. ഇനി അടുത്തതായി എന്തുണ്ടാക്കണം? ഓട്സ് ഉണ്ടാക്കിയാലോ അല്ലേ? അപ്പോൾ ഒരു 3 മണിക്ക് ശേഷമുള്ള വീഡിയോസാണ് ഇനി അടുത്തതായി കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഓട്സ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. 3 മണിക്ക് ശേഷമുള്ള വീഡിയോസാണ്. അപ്പോൾ ഇതാ ഓട്സും ഈത്തപ്പഴമാണ് 3 മണിക്ക് ശേഷമുള്ള ഞങ്ങളുടെ ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ പാത്തൂസ് കുടിക്കുന്നത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഞങ്ങളെല്ലാവരും ഇതാ മേശപ്പുറത്ത് അരികിലിരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവളിരിക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ടീസ്പൂൺ വേണമെന്ന് വാശി പിടിച്ച് അങ്ങനെ ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് കൊണ്ട് ഹെൽത്തി ജ്യൂസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഹെൽത്തി ഡ്രിങ്ക് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ചർമ്മത്തിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താനും രക്തശുദ്ധിക്കും നല്ലതാട്ടോ. മക്കൾക്ക് വിശപ്പുണ്ടാവാനായിട്ട് സഹായിക്കും ഈ ഡ്രിങ്ക്. ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. കുട്ടികൾക്ക് തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കുട്ടികൾ വിശപ്പില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ് കളിച്ച് നടക്കുമ്പോൾ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുഡായിട്ട് ചെന്ന് നോക്കൂ. തീർച്ചയായും ഫുഡ് കഴിക്കുന്നതായിരിക്കും. അടിപൊളി ഡ്രിങ്കാണ്, വളരെ ടേസ്റ്റി, വളരെ രുചികരവുമായ ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതാ ഡ്രിങ്ക് റെഡിയായി. പാത്തൂസ് ഇതാ കളിച്ചോടി ഗതിച്ച് വരുന്നുണ്ട്. പാത്തൂസിന് ഒരു ഗ്ലാസ് കൊടുത്താലോ? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓടി ഗതിച്ച് വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വേഗം ചെന്ന് മേലേക്ക് വായോ, ഉമ്മ ജ്യൂസ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് സെറ്റാക്കി. എന്നാൽ മാത്രമേ പിള്ളേർ കുടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ട്രിക്ക് ഉപയോഗിച്ചാൽ മാത്രമേ പിള്ളേർ ജ്യൂസ് കുടിക്കുള്ളൂ. കുറച്ച് മുന്തിരി ഉണ്ടെങ്കിൽ ഉഷാറായിരിക്കും. പിള്ളേർക്ക് മുന്തിരി ഇഷ്ടമല്ല, അണ്ടിപ്പരിപ്പ് മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ സെറ്റാക്കാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നിങ്ങൾ ഇതുപോലെ ഹെൽത്തി ആയ ഡ്രിങ്കുകളൊക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? എത്ര പേര് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എത്ര പേര് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്? അവരൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാലാണ് പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ.
അപ്പോൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഫുള്ളായി കാണണം, എന്നിട്ട് ലൈക്ക് അടിക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് രേഖപ്പെടുത്തണം. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പാത്തൂസിന് ഹെൽത്തി ജ്യൂസ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പറാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കവള് കുടിക്കുമ്പോഴും സൂപ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയും, ഞാൻ ഇത് വർണ്ണിക്കാൻ കാരണം പാത്തൂസിന് ജ്യൂസ് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ കസാരയിൽ വന്നിരുന്നു കേട്ടോ. അങ്ങനെ അവൾ ഓരോ കവള് കുടിക്കുമ്പോഴും ഞാനിവിടെ സൂപ്പറാണ്, എന്ത് ടേസ്റ്റാലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിങ്ങോട്ട് സോപ്പിട്ട് അങ്ങോട്ട് കുടിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ ട്രിക്ക് പ്രയോഗിച്ചിട്ട് മക്കളെ അങ്ങോട്ട് ക്യാരറ്റ് ഹെൽത്തി ജ്യൂസ് കുടിപ്പിക്കണം. വളരെയധികം കുട്ടികൾ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അവൾക്കൊരു ഡോള് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളുടെ റിലേറ്റീവ് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ബാറ്ററി ഉണ്ടായിരുന്നില്ല, ബാറ്ററി ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഇട്ടു. അവളതാ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഇത് രാത്രി കേട്ടോ, ഭംഗി നല്ല മനോഹരമായ ഡോളാണ് കേട്ടോ. ബാറ്ററി ഒക്കെ ഇട്ട് നല്ല വെളിച്ചം അല്ലേ, എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാരും അഭിപ്രായം അറിയിക്കണം കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്ത ഒരു വീഡിയോയുമായി വരുള്ളൂ. ബൈ.